എടോ കരുണാകര, താനെന്തോ ഈ പറയുന്നേ? ഇത് 1, 2, 3 വെട്ടമല്ല, ഇത് 8ാമത്തെ വെട്ടമാണ് എൻ്റെ ഈ പുസ്തകം റിജക്റ്റ് ചെയ്യുന്നത്. എടോ, തനിക്കൊരു കാര്യം അറിയോ? വലിയ വലിയ മഹത് വ്യക്തികളുടെ പുസ്തകം ഞാൻ എൻ്റെ ടേബിളിൻ്റെ പുറത്ത് മേടിച്ച് വെച്ച് അത് അതുപോലെ പകർത്തി എഴുതി ഉണ്ടാക്കിയ പുസ്തകമാണ് ഞാൻ എഴുതിയത്. എന്നിട്ട് അതിനകത്ത് കാമ്പില്ലെന്ന് പോലും. ഈ വായിച്ച് നോക്കിയവന്മാർ പൊട്ടന്മാർ, അവർക്കൊന്നും അക്ഷരം അറിയത്തില്ലായിരിക്കും. എടോ, എത്രയോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തവനാ. എൻ്റെ പുസ്തകം തന്നെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള പുസ്തകമാണ്. അപ്പം ഇതൊന്നും എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നും അല്ല. എടോ, വേറെ ഒരു വലിയ പ്രശ്നം വരുന്നുണ്ടേ, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ വിളിക്കാം. എന്തോടി? ഒന്നുമില്ല. എടി, എന്തോന്ന് കാര്യം പറ. നീ ഒന്നുമില്ല, ഞാനിപ്പോൾ പറഞ്ഞിട്ട് എന്തിനാ? നിന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ. ചേട്ടാ, ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ആ ദേഷ്യം കയറും. ഞാൻ കാരണം എന്തിനാണ് നിങ്ങളെ ആൾക്കാരെ ദൂഷിക്കുന്നത്? നിന്റെ മനസ്സിലെ ഭാരം ഒന്ന് നീ ആദ്യമേ ഇറക്കി വെക്ക്. നിങ്ങളും അവരെ പറ്റി തെറ്റായിട്ടൊന്നും മനസ്സിൽ ചിന്തിക്കരുത്. ഞാൻ ഒന്നും ചിന്തിച്ചു കൂട്ടത്തില്ല. ഞാൻ എത്രയോ പേരെ ഉപദേശിക്കുന്ന ആളാണ്. നീ ഇങ്ങോട്ട് ഇരുന്നേ. എടോ, ഒന്നുമല്ലെങ്കിലും താൻ എൻ്റെ ഭാര്യയല്ലേ, ഭാരം ഒന്ന് ഇറക്കി വെക്ക്. ചേട്ടാ, ചേട്ടന് വിഷമമാവെന്ന് വെച്ചാൽ ഞാൻ പറയാഞ്ഞത്. 2-3 ദിവസമായി ഞാൻ അറിഞ്ഞിട്ട്. വീട്ടിലെ ഭാഗം വെപ്പ് നടക്കുക. എൻ്റെ കുടുംബ വീട്. എൻ്റെ അനിയത്തിക്ക് 80% ഷെയർ വേണമെന്ന്, എനിക്ക് 20%. എനിക്ക് ആ വേണ്ടത് കക്കൂസോ കുളോ എന്നത്തെ നീർക്കോലി ആണല്ലേ എല്ലാം കൂടെ എനിക്ക് ഇട്ടേക്കുന്നത്. എനിക്ക് എൻ്റെ അപ്പച്ചി വന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അച്ഛനെ അമ്മയെ നോക്കി എൻ്റെ കണക്കൊക്കെയാണെന്ന് അവളവിടെ പറയുന്നത്. എൻ്റെ കൂടെ പിറപ്പല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നേരിട്ട് എന്നോട് സംസാരിക്കട്ടെ. അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അവിടെ ഇങ്ങനെ അങ്ങ് പറയുക. എല്ലാരും തമ്മിൽ തല്ലിപ്പിക്കാൻ മിടിക്കുക അവള്. നിന്റെ അച്ഛന് മുമ്പുണ്ടായ സംസാരം എൻ്റെ അടുത്ത് നീ സംസാരിക്കരുത് കേട്ടല്ലോ. ഇപ്പൊ പറഞ്ഞത് നീ പറഞ്ഞ് ഭാരം ഇറക്കി വെക്കാൻ പറഞ്ഞിട്ട്. എടീ, ഭാരം ഇറക്കി വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മല പോലത്തെ ഭാരം വല്ലവൻ്റെ നെഞ്ചത്തോട്ടാണോടി ഇറക്കി വെക്കുന്നത്? ഇനി നിന്റെ അനിയത്തിയുടെ മോന്തയ്ക്ക് ഞാൻ എങ്ങനെ നോക്കും? അവളോട് എനിക്ക് എന്ത് ദേഷ്യമായിടി. അതല്ലേ ഞാൻ പറഞ്ഞ, ആദ്യം ഞാൻ പറയുന്നില്ലെന്ന്. അതാ ഞാൻ പറഞ്ഞ, നീ ഇത് ഭാരമല്ല നീ ഇറക്കി വെച്ചത്. ഭാരമല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊതിഞ്ഞുണയെന്ന് പറയുന്നതിന്. കൊതിഞ്ഞുണേ എന്നോട് ചോദിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞു. ചോദിച്ചോളൂ, ഇങ്ങനെ അല്ലടി സംസാരിക്കണം. ന്യൂസ് എല്ലാം അറിയണം, എല്ലാ ന്യൂസും അറിയണം. പക്ഷെ ഞാൻ എന്തിനും പറയും. നിന്റെ അച്ഛനെ അമ്മയെ നോക്കാത്ത എന്റെ കർമ്മം ഉണ്ടല്ലോ, നിനക്കത് ഉറപ്പായിട്ട് കിട്ടും. നീ നോക്കും, നീ പുഴുത്തേ ചാവത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നീ പുഴുത്തേ ചാവത്തുള്ളൂ. നിനക്ക് മോനെന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ ഇവിടെ, അവന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും. നോക്കി, അവൻ നിന്റെ കാലും കൈയും തല്ലി ഒടിച്ച് ഇവിടെ നീ തൂറാനും പെടുക്കാനും പറ്റാതെ ഇവിടെ കിടക്കുമ്പോൾ നീ അനുഭവിക്കും. അത് ഞാനും അനുഭവിക്കും. അയ്യോ, അച്ഛനെ അമ്മ ഇവിടെ നോക്കാൻ നിർത്തണോന്ന് പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞത്? അവരവരുടെ അച്ഛനെ അമ്മയെ നോക്കിയില്ല, അപ്പൂപ്പനെ അമ്മൂമ്മയെ നോക്കിയില്ല, അതിന്റെ കർമ്മം അവർക്ക് അനുഭവിക്കണം. അതുകൊണ്ട് അവരെ മേലെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരരുതെന്ന്. അവര് ചെയ്ത കർമ്മം അവരനുഭവിക്കും. അത് അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനല്ല മോളെ, അതങ്ങനല്ല മോളെ, അതങ്ങനല്ല. അത് അനുഭവിച്ചിരിക്കും. അതുപോലെ നീയും പുഴുത്ത് ചാവും. നീ അല്ലെങ്കിൽ നോക്കിക്കും. എടി, ഈ കുടുംബം എങ്ങനെ ഉണ്ടായത്? എടി, നേരത്തെ ഈ കാട്ടിൽ താമസിക്കുന്നവര് എങ്ങനെ താമസിച്ചോണ്ടിരുന്നത്? തുണിയില്ലാതെ കാട്ടിൽ താമസിച്ചു. അവര് അച്ഛനും അമ്മയും മക്കളും അണുകുടുംബവും കൂട്ടുകുടുംബവും എന്നൊക്കെ പറഞ്ഞു അങ്ങ് വിഹരിച്ച് ജീവിക്കുമായിരുന്നു കാട്ടില്. അവരവിടെ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി. അന്ന് മുതൽ കുടുംബമായി. കൂര ഉണ്ടാക്കി 4 പേര് അവരെ, 4 പേര് ഇവിടെ, 5 പേര് ഇവിടെ. അവര് മനസ്സിൽ മതിൽക്കെട്ടുകൾ നിർമ്മിച്ചു. എന്തോ വേണമെന്നാ ഇവിടെ മതിലെല്ലാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റോഡിലോട്ട് ഇറങ്ങാം കുടുംബമാണെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പഴവർഗ്ഗങ്ങളെല്ലാം കഴിച്ച് നാട്ടുകാർ മൊത്തത്തിൽ ഒന്നിച്ചങ്ങ് ജീവിക്കാം. തുണിയും പറിച്ചു കളഞ്ഞു. നല്ലയാ. ഓരോന്നും ഉണ്ടായിക്കൊണ്ട് വരുന്നതിന്റെ ഉണ്ടല്ലോ, ഇത് ഞാനിവിടെ അനുഭവിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കണം. അതിന്റെ മുഖത്തൊക്കെ എനിക്ക് പോന്നു. ഞാൻ നിങ്ങളോട് ഇനി ഒരു കാര്യം ഞാൻ പറയും, കേക്കട്ടെ നിന്റെ കാര്യങ്ങൾ. ഇടയ്ക്കൂടെ എടേ, എന്തുവാടേ കരുണാകര? ഞാൻ വല്ല മഹത് വ്യക്തികളുടെ ഞാൻ പുസ്തകം അതേപോലെ കോപ്പി അടിച്ച് എഴുതി വെച്ചേക്കുക. അതുപോലും അറിയാത്ത പൊട്ടന്മാരാവന്മാര്. അമ്മമാർക്ക് പറ്റത്തില്ലെങ്കിൽ അവരെ ഇട്ടിട്ട് പാമ്പറ. ചുമ്മാതെ. എനിക്ക് വേറെ കോള് വരുന്ന, ഞാൻ വിളിക്കാം. അളിയനോ? എന്ത് വിളിയാ കരയുന്നേ? ഞാൻ എങ്ങനെ സഹിക്കോളിയാ? എൻ്റെ പുസ്തകം റിജക്ട് ചെയ്തതിൻ്റെ വിഷമമായിരിക്കും അളിയനല്ലേ? സാരമില്ല അളിയ, അതൊക്കെ ജീവിതത്തിൽ ഉള്ളതല്ലേ. അളിയൻ്റെ പുസ്തകത്തിന് എനിക്ക് കാപ്പി കളിപ്പിക്കാനാ ഉണ്ടായി കളയാ രാമാനം. അതൊന്നും അല്ല. പ്രഭാകരനില്ലേ, ഞങ്ങളുടെ ഇവിടുത്തെ കിഴക്കയിലെ പ്രഭാകരൻ, അവൻ മരിച്ചുപോയി. അപ്പൊ അളിയനിപ്പോ ഇങ്ങനെ കിടന്ന് കരഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? അത് കരയായിരി അളിയൻ. എനിക്ക് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ ഓടിപ്പോയി പറയുന്ന അവൻ്റെ അടുത്താ. എൻ്റെ സഹോദരനോട് പോലും ഞാനൊരു കാര്യം പറയത്തില്ല, അതറിയാമോ? അളിയന് സഹോദരനില്ലല്ലോ, സഹോദരിയല്ലേ ഉള്ളൂ. ഇതും കണക്കാ. ഇവളോടൊക്കെ ആര് പോയി പറയാനാ? ഇന്ന് അവളുടെ ഒരു കാര്യം പറഞ്ഞാൽ നാളെ നാട്ടിൽ പാട്ടാണ്. കൊടിയനോടെ പറയാൻ പിച്ചാച്ച്. അളിയനറിയോ, എൻ്റെ ഇടം കഴിയായിരുന്നു അവൻ. കാര്യങ്ങളൊക്കെ
അല്ലെന്ന് എനിക്കൊരു ബലമായിരുന്നു അവൻ. പോട്ടെ, മരണം രംഗബോധമില്ലാത്ത കോമാളിയായി പോയില്ലേ. അളിയനെയും കൊണ്ട് ആവുന്ന വർത്താനം പറ. ഇമാതിരിയുള്ള ഡയലോഗൊക്കെ ഞാനാ പറയുന്നത് കേട്ടോ. അളിയ ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞതേ വളരെ ക്ഷണികം അളിയ, ഒരു കൊമള പോലെ, അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. അളിയ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട് പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാധനമാണ്. അളിയന് ഈ പഞ്ചഭൂതം എന്താണെന്നറിയാമോ? ഒടിയൻ മരത യക്ഷി സങ്കലമാടൻ കരിമ്പൂത. എൻ്റെ പൊന്നളിയ, വായു, ജലം, അഗ്നി, ആകാശം, ഭൂമി, ഇതൊക്കെയാണ് പഞ്ചഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ തന്നെ തിരിച്ചെടുക്കും. അത്രേ ഉള്ളളിയ. അളിയ, ഈ മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തിലേക്കുള്ള പ്രവേശനമാണ്. അവിടെ സുഖമായിട്ട് അയാൾ ജീവിക്കുന്നുണ്ട്. അവിടെ പാലൊഴുകുന്ന പുഴയുണ്ട്, 3 നേരം ആഹാരമുണ്ട്, പെണ്ണുങ്ങൾ വരെയുണ്ട്. പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ? ആ, ഇതറിഞ്ഞെങ്കിൽ ഞാൻ ആദ്യം പോയനെ. കേട്ടിട്ട് കൊതി ഒന്നും മരിക്കാൻ. പെങ്ങളെന്തേ? ഞാൻ കണ്ടിട്ട് വരാം. രുക്മണിയേ, ഇവിടെ വന്നേ ഉള്ളൂ. എന്താ കാപ്പിക്ക്? കാപ്പിന് ഉച്ചകൊണ്ട് സമയം അപ്പോഴാ കാപ്പിക്ക്. ചേട്ടനെ കണ്ടായിരുന്നോ? ആ, അളിയനെ കണ്ടു. അയ്യോ പിന്നെ നമുക്ക് 80% ഷെയർ വേണോന്ന് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. പോവാൻ പറ പുല്ല്. ആ, എനിക്ക് 20 മതിയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പ്രശ്നത്തിനൊന്നും പോകുന്നില്ല. എന്തോതിനാ മൊത്തം കൊതിഞ്ഞോണേ വാങ്ങുന്നു. എനിക്ക് വയ്യ. ഈ പിശാന്റെ കാര്യം പറയാൻ നീ എന്റെ കാര്യം നോക്കും. അത് തന്നെ. ആ, പിന്നെ ഞാൻ വന്നേ, നമ്മുടെ കിഴക്കലെ പ്രഭാകരനെ, അവൻ മരിച്ചുപോയി. കഷ്ടം. നമ്മുടെ പ്രഭാകരൻ ചേട്ടനോ? ആ, മരിച്ചുപോയി. കൊന്നതാണോ? അല്ല, സന്തോഷം കൊണ്ട് ചോദിച്ചതാ. വൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നോ? അവൻ രക്ഷപ്പെട്ട് പോയല്ലേ ഇവിടെ മേളിലോട്ട്. അവനവിടെ സുഖിക്കുമല്ലേ ഇവിടെ. ചെന്നിട്ട് വിളിച്ചായിരുന്നോ? ഇവളെന്താ പറയുന്നത്? വിളിക്കാതെ തന്നെ നമുക്ക് കാര്യം അറിയാലോ. എന്തോ അവിടെ ആളുണ്ടോ വിളിച്ചു പറയാന്? ഇവിടെ ആളുണ്ടല്ലോ. ആര്? അളിയൻ. എന്തോ അളിയൻ ഇവിടുന്ന് BSNL ടവറിൽ നിന്ന് കണക്ഷൻ വിളിച്ചിട്ടുണ്ടോ അങ്ങോട്ട് വിശേഷങ്ങളൊക്കെ അറിയാന്? ഇല്ല, ഇവിടെ വന്നപ്പോഴാ കാര്യം പറയുന്നത്. എന്റെ പൊന്നിയേട്ട, അങ്ങേരെ പല തത്വങ്ങളും പറയും. അതൊന്നും അങ്ങേരുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കത്തില്ല. നിങ്ങളെ ഓരോന്നും പറഞ്ഞ് തിരിച്ചു വിടുവാ. ഒന്നും അല്ലെങ്കിൽ അണ്ണൻ ആലോചിച്ച് നോക്കി, അണ്ണൻ ഈ ചിരിക്കുന്ന വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ, എന്റെ പൊന്നണ്ണ, പ്രഭാകരൻ ചേട്ടൻ നമുക്ക് ആരായിരുന്നു? നമ്മുടെ വീടിന് ആരായിരുന്നു? അണ്ണൻ ആരായിരുന്നു? എന്റെ കല്യാണ സമയത്ത് ഓർക്കുന്നുണ്ടോ? അന്ന് 2 ലക്ഷം രൂപയാ. ഇന്നത്തെ 50 ലക്ഷത്തിന് തുല്യമാണ് അന്നത്തെ 2 ലക്ഷം രൂപ. അങ്ങനെ കണക്ക് പോലും പറയാതെ എടുത്തു ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തോരം സ്ഥലങ്ങളിലാണ് അണ്ണൻ്റെ കൂടെ വന്നിട്ടുള്ളത്, അണ്ണൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ അച്ഛൻ്റെ കിഡ്നി ഇല്ലെന്നറിഞ്ഞപ്പോ ഒരു കിഡ്നി അങ്ങനെ ദാനം ചെയ്തില്ലേ? എന്നിട്ടാണോ ആ കിഡ്നി തകരാറിലായിട്ടായിരിക്കത്തില്ല അങ്ങനെ മരിച്ചത് അല്ലേ? ഒരു കണക്കിന് അങ്ങേരുടെ മരണത്തിന്റെ കാരണം നമ്മളാ. നമ്മള് ഇങ്ങനെ ചിരിക്കാൻ പാടുണ്ടോ? എടി, ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ചെറിയൊരു ഗ്യാപ്പ് അല്ലേ ജീവിതം. മരണം ക്ഷണികമാണ്. അത് നമ്മൾ മനുഷ്യരല്ലേ ചേട്ടാ. ആ ഗ്യാപ്പിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കണ്ടേ? നമുക്ക് വികാരങ്ങളും വിചാരങ്ങളും വരും, അത് പ്രകടിപ്പിക്കണ്ടേ? അണ്ണൻ എന്തോ അറിഞ്ഞിട്ടാ? മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ള ജീവിയല്ലേ. ഒരാൾ മരിക്കുമ്പോ ചിരിക്കുവാണോ ചെയ്യണ്ടേ? ഇല്ല, നമ്മൾ വിഷമിക്കണ്ടേ? ചെല്ല്, പോയി അവിടെ ചെന്നിട്ട് എന്തോ കർമ്മങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യും പ്രഭാകരൻ ചേട്ടന്റെ. പ്രഭാകരൻ ചേട്ടാ, എടോ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. 100 പ്രശ്നങ്ങൾക്ക് 1.5 കോടി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പുതിയ പുസ്തകം എഴുതാൻ തുടങ്ങുവാ ഞാൻ. അത് എഴുതി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെന്തുവാ? എങ്ങനെ പോവാ? ഞാൻ വിളിക്കാം, ഇപ്പം അങ്ങോട്ട് വിളിക്കാം. എന്തോളിയാ? ഞാൻ പറഞ്ഞതൊക്കെ അളിയൻ മറന്നു. സ്വപ്ന തുല്യമായ ജീവിതം, പാൽപ്പുഴ, 3 നേരം ആഹാരം, ചുറ്റിനും തോഴിമാർ. ഞാൻ ഓർക്കുന്നു. ഇല്ല, മേനകട്ടോളെ പോയി കണ്ടതാ. എന്റെ മനസ്സും മാറ്റി മനുഷ്യനെ മനസ്സും വിഷമിപ്പിച്ച്. പ്രഭാര, ഞാൻ അങ്ങോട്ട് വേദനം വരെയുള്ള ബാക്കി തോഴിമാരൊക്കെ ഇനി എൻ്റെ കൂടെ ആയിരിക്കും. പോട്ടെ. അല്ലമ്മ, അവളുടെ സ്വഭാവം അത്ര ശരിയില്ലെന്നാണ് കേൾക്കുന്നത്. അത് നമ്മുടെ
കിരണില്ലേ, അവനുമായിട്ടൊരു റിലേഷൻ ഉണ്ടെന്നൊക്കെ. കണക്കായിപ്പോയി. എൻ്റെ അടുത്ത് ഈ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുമല്ലായിരുന്നോ? കെട്ടിയിരുന്നെങ്കിലോ കൂടെ പോയേനെ. എനിക്കതൊന്നും കേൾക്കണ്ടായേ, എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിത് നന്നേ പറഞ്ഞതാ. ഇവിടെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി അവിടെ ഒരു ചിരിയും ആട്ടവും കുഴച്ചിലും കണ്ടപ്പോഴേ പെങ്കൊച്ച് എങ്ങനത്തെയാണെന്ന്. പോട്ടെ, എന്തുവാ എൻ്റെ ചെറുക്കൻ്റെ തലയിലായില്ലല്ലോ, രക്ഷപ്പെട്ടല്ലോ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വരുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞത് പറഞ്ഞു. നിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ വിളമ്പാൻ നിൽക്കണ്ട കേട്ടല്ല, നീ ജീവിതം വെറുത്തു പോവും. എന്തുടാ മോനെ അമ്മയമ്മനോടൊരു സംസാരം? ഒന്നുമില്ല, അവൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല സാന്ദ്രയുടെ കാര്യം പറയുമായിരുന്നു. സാന്ദ്രയ്ക്ക് എന്താ പറ്റി? എടാ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാരം അങ്ങോട്ട് ഇറക്കി വെക്ക്. നീ എന്തിനാ മനസ്സിൽ കൊണ്ട് നടക്കുന്നേ? ഇറക്കി വെച്ചോ. മിനിങ്ങാന്ന് ഞാനൊരു ഭാരം ഇറക്കി വെച്ചതാ, എനിക്ക് കണക്കിന് കിട്ടിയായിരുന്നു. മോൻ്റെ ഭാരം ഉണ്ടെങ്കിൽ മോനങ്ങ് ഇറക്കി വെക്കും, മോനും കിട്ടും കണക്കിന്. നീ ഉണ്ടായില്ലേ? പറ, എന്തോ പ്രശ്നം പറ. അല്ല ആ സാന്ദ്രയെ ഞാൻ നമ്മുടെ കമ്പനി കൊണ്ടുവന്നല്ലോ, ഞാനാണല്ലോ കൊണ്ടുവന്നത്. അവൾ എനിക്കിട്ട് നല്ലൊരു പാരയും പണിതിട്ട് പോയച്ചാ വേറൊരുത്തനായിട്ട് റിലേഷനുമായി. എടാ വേറൊരു കമ്പനിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി ഒരുത്തി. അവള് നിന്റെ കമ്പനി ജോയിൻ ചെയ്തപ്പം അതിനെക്കുറിച്ച് തിരക്കണ്ടായിരുന്നോ നീ? അവളെ എടുക്കാൻ കൊള്ളാവോ? അവളെ പ്രശ്നം ഉണ്ടാക്കിയവളല്ലയോ? ഞാനത് പറഞ്ഞതാ ചേട്ടാ, ഞാൻ പറഞ്ഞതാ. നിങ്ങൾക്കപ്പോൾ വിവരമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഇത് കേട്ടതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നതാ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണല്ലോ ഉള്ളത്. ഒരു വശം ഞാനിപ്പോൾ കേട്ടു, അതിൻ്റെ മറുവശം എന്തോന്ന് നീ ചിന്തിച്ചോ? ആ മറുവശം എന്തോന്ന് അറിയണമെങ്കിൽ ആ കൊച്ചിനെ ആദ്യമേ വിളിച്ചു ചോദിക്കണം. മോനെ, ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. നമ്മൾ ചുമ്മാ ഈ വാശിയും വൈരോഗ്യമൊക്കെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എങ്ങും എത്തിപ്പെടാൻ പോകുന്നില്ല. നീ ആ കൊച്ചിനെ ഒന്ന് ഫോൺ ചെയ്തേ. അല്ല അവളുടെ ഭാഗത്താ തെറ്റ്. നിന്റെ ഭാഗത്താണോ ആ കൊച്ചിന്റെ ഭാഗത്താണോ ന്യായമെന്ന് എനിക്കോ ഇവക്കോ അറിയത്തില്ല. ആ കൊച്ചിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ? നിന്റെ ഭാഗത്ത് ന്യായം മാത്രമേ നീ ഇപ്പൊ എന്നോട് സംസാരിച്ചുള്ളൂ. ആ കൊച്ചിന്റെ ന്യായം കൂടെ കേൾക്കാൻ പഠിക്കുക ആദ്യമേ. നീ ലോക ഫ്രോഡാ, നീ ലോക ഫ്രോഡ്. നീ ആ കൊച്ചിനെ വിളിക്കും, മര്യാദയ്ക്ക് വിളിക്കേ. ഒരു ഫ്രോഡ് പിടിച്ച ചെറുക്കൻ. ആ സാന്ദ്രേ, മോനെ ഞാനേ കടയിൽ പോയി സുഖിയനും പരിപ്പോടെ മേടിച്ചിട്ടില്ല കേട്ടോ. ചായട്ടടി എതിരെ നിൽക്കുന്നതിന്റെ സംസാരം മനസ്സിലാക്കിയിട്ട് എന്തോ കിട്ടി? ഓലക്ക കിട്ടി. എന്തുവാടാ മോനെ നീ താമസിച്ച്? എൻ്റെ അമ്മ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുവോ? നീ എത്ര നേരം വിളിക്കുവോ? ഞാനേ ആ ബൈപ്പാസ് വഴി ചുറ്റിയാ വന്നേ. എന്താ പറ്റി? റോഡ് കൂടിയല്ല നടക്കുന്നോ? ഒന്നുമില്ല, നമ്മുടെ പാറമട ബൈപ്പാസ് വഴി വഴിയുണ്ടല്ലോ, അവിടെ എത്തിയപ്പോൾ വെച്ചാൽ പെട്ടെന്നൊരു പെണ്ണ് ഫ്രണ്ട് ചാടി. ഞാനൊന്ന് പേടിച്ചു പോയി. എൻ്റെ പൊന്നോ, ഞാൻ ആവശ്യമില്ല പ്രേതം വല്ലതായിരിക്കുമെന്ന്. എടാ മോനെ, ആ കൊച്ചിൻ്റെ ബാഗ് വല്ലതും ഉണ്ടായിരുന്നോ? ബാഗ് പോലെ എന്തോന്നുണ്ടായിരുന്നു. നിന്റെ മനുഷ്യത്വം മരവിച്ച് പോയടാ മോനെ. എനിക്കറിയാത്തതുകൊണ്ട് അച്ഛൻ ചോദിക്കുക. എന്താ വെച്ചാൽ? എടാ മോനെ, ഒരു നേരത്തെ ആഹാരത്തിനായിരിക്കും ചിലപ്പോൾ നിൻ്റെ അടുത്ത് ആ കൊച്ച് കൈ നീട്ടിയത്. അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സ് വല്ലതും ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കാണും. അതിൻ്റെ പൈസ കാണത്തില്ല പോകാൻ. പല വണ്ടിക്ക് ആ കൊച്ച് കൈ കാണിച്ച് കാണും. അതുപോലൊരു വണ്ടിയാണ് നിൻ്റെ. നീ നിർത്താതെ ഇങ്ങ് പോന്നു. ചിലപ്പോൾ അല്ലെങ്കിൽ അപ്പുറത്തെ ജംഗ്ഷൻ വരെ ഇറങ്ങി ആരോടെങ്കിലും സഹായം ചോദിച്ച് പോകാനായിരുന്നെങ്കിലും, വീട്ടിൽ പ്രശ്നമായിട്ട് ഇറങ്ങിയതാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും സമനില തെറ്റിയതാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ വന്നതാണെങ്കിലും, നീ ഒന്ന് ആലോചിച്ച് നോക്കി. എടാ മനുഷ്യനെ ഒന്ന് തിരിച്ചറിയടാ മോനെ. അല്ല ഞാൻ വിചാരിച്ചു വല്ല ഗോസ്റ്റ് വല്ലതും ആയിരിക്കുന്നത്, ഞാൻ പെട്ടെന്നെങ്കിൽ പോകുന്നത്. എടാ ഈ ലോകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല. മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അതാദ്യമേ മനസ്സിലാക്കുന്നേ. ഗോസ്റ്റ് പ്രായം അത്രയായി നിനക്ക്. ഞാൻ നിർത്തണ്ടായിരുന്നല്ലേ അച്ഛാ? ഉറപ്പായിട്ട് നിർത്തണമായിരുന്നടാ. ഒരാൾ സഹായം ചോദിച്ച് വരുമ്പം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സഹായിക്കാനുള്ള ആ ഒരു മനസ്ഥിതി എല്ലാ മനുഷ്യനും ഉണ്ടാവണം. അതേപോലെ ഒരാളാണ് നീ. അപ്പോട്ടെ, സാരമില്ല. ഇനി അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇതുപോലെ നിനക്ക് വേറൊരു അവസരം കിട്ടുമ്പോൾ നീ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. മനുഷ്യനായിട്ട് കാണണം മോനെ, കേട്ടോ? നീ റെസ്റ്റ് എടുത്തോ, പോ ചെല്ല്. അമ്പലത്തിൽ പോകണ്ട. എൻ്റെ ദൈവമേ, ഈ ലോകം എങ്ങോട്ടാ? എടാ മോനെ, ഒരു നേരത്തെ ആഹാരത്തിനായിരിക്കും ചിലപ്പോൾ നിൻ്റെ അടുത്ത് ആ കൊച്ച് കൈ നീട്ടിയത്. അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സ് വല്ലതും ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കാണും. അതിൻ്റെ പൈസ കാണത്തില്ല പോകാൻ. പല വണ്ടിക്ക് ആ കൊച്ച് കൈ കാണിച്ച് കാണും. അതുപോലൊരു വണ്ടിയാണ് നിൻ്റെ.
നീ നിർത്താതിങ്ങി പോന്നു. വീട്ടിൽ പ്രശ്നമായിട്ട് ഇറങ്ങിയതാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും സമനില തെറ്റിയതാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ വന്നതാണെങ്കിലും, എടാ മനുഷ്യനെ ഒന്ന് തിരിച്ചറിയടാ മോനെ. ഹായ്. ആ ഒന്ന് വരോ? സോറി കേട്ടോ. എന്തിനാ ചേട്ടാ? എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല. 2 ദിവസം മുമ്പ് ഇയാൾ എന്നെ വണ്ടി കൈ കാണിച്ചായിരുന്നു. സോറി, എനിക്കത് നിർത്താൻ പറ്റിയില്ല. ഞാൻ ആകെ പേടിച്ചു പോയി. അത് സാരമില്ല. ശരിക്കും അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലാത്തത് ആരാ ചേട്ടാ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അച്ഛനോട് സംസാരിച്ചാൽ മതി, എല്ലാം സോൾവ് ആവും. എൻ്റെ അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇയാൾക്ക് എന്നെ വീട്ടിലോട്ടൊന്ന് വരാൻ പറ്റുമോ? അയ്യോ, വീട്ടിലോട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചേട്ടാ. ഞാൻ വീട്ടിലോട്ടൊന്നും വരില്ല. അതൊന്നും പേടിക്കണ്ട, അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് കണ്ടിട്ട് കൂടെ പ്ലീസ്. ആ ശരി. കട്ടപ്പനയെന്ന് ദന്തകാന്ത് ചോദിച്ചിരിക്കുന്ന ഒരു കുടുംബം ശിഥിലമാവാൻ എന്ത് ചെയ്യണം? ദന്തകാന്ത, ബാഹ്യശക്തികളുടെ പ്രേരണ ആണ് ഇതിനെല്ലാം കാരണം. അച്ഛാ എഴുത്താണോ? ആ എടാ, എന്തോന്നല്ലേ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരെ? വാ. മനസ്സിലായ ആരാന്ന്? എനിക്കങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. അച്ഛാ, ഞാനൊന്ന് പറഞ്ഞില്ലേ അന്ന് വണ്ടിയുടെ മുന്നിൽ ചാടിയ പെൺകുട്ടി? എൻ്റെ മോളെ വല്ലതും കഴിച്ചായിരുന്നോ മോളെ? ആ കഴിച്ചു. അത് വാങ്ങിക്കൊണ്ടിരുന്നാട്ടെ. വാ. അച്ഛനെന്തിനാ ലൈറ്റൊക്കെ ഓഫ് ഇട്ടിരിക്കുന്നേ? ഓ, എഴുതാനുള്ള ഒരു ആംബിയൻസിനെ അങ്ങ് ഓഫാക്കിയതാടാ. ഓ, അച്ഛന് കറണ്ട് പോയതായിരിക്കും ഒന്ന്. അച്ഛാ, കുടിക്കാൻ എന്തെങ്കിലും? വേണമെന്നില്ല. ചായ വേണ്ടായിരുന്നു. എന്നാൽ തണുത്ത് എന്തെങ്കിലും എടുക്കാം. അച്ഛാ, ജ്യൂസ് എടുക്കട്ടെ അച്ഛാ? ആ എന്നാ എടുക്കടാ. സംസാരിച്ചിരിക്കേ, ഞാൻ പോരാം. എന്തുകൊണ്ട് മോളെ വിശേഷം? കുഴപ്പമില്ല. ഞാൻ അവനോട് പറഞ്ഞായിരുന്നു മോളെ, ദൈവമായിട്ട് നേരത്തെ ഒരു അവസരം അവൻ ഇല്ലാതാക്കി. അപ്പം അതിന് പകരമായിട്ട് ദൈവം തന്നെ ഒരു അവസരം കൊണ്ട് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതായി ഇന്ന് സാധിച്ചത്. എനിക്ക് സന്തോഷമായി. ഞാൻ സാറെന്ന് വിളിക്കണോ അതോ അങ്കിളെന്ന് വിളിക്കണോ? മോൾ അച്ഛനെന്ന് വിളിച്ചാൽ. അച്ഛാ, അത് വേണ്ട, അങ്കിളെന്ന് വിളിക്കാം. ആങ്കിളെങ്കിൽ ആങ്കിള് അങ്ങനെ വിളിച്ചു. മോളൊരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. ഞാൻ ഒന്ന് എഴുതിയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. മോൾ അങ്ങോട്ടൊന്ന് നിന്നാട്ട്. എന്തിനാ ലോക്കിട്ടെ? ഇതല്ലേ സേഫ്. സേഫ്റ്റിയോ? ഒക്കെ എന്തെങ്കിലും ട്രോമ ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിന് ട്രോമയെന്ന് പറയാമെങ്കിൽ അതെ, ഞാൻ ട്രോമയിലാണ്. സാറെന്താ വല്ലാണ്ട് വേർക്കുന്നേ? അല്ല, വല്ലാണ്ട് വേർക്കുന്നുണ്ട്. മോൻ വന്നപ്പോ മുതൽ അങ്കിളിനെ പറ്റി പറയുക. അപ്പം മുതൽ എനിക്ക് അങ്കിളിനെ കാണാൻ കൊതിയായി. ഇങ്ങനെ എഴുതുകയൊക്കെ ചെയ്യും. എന്താ, എങ്ങോട്ട് പോവാ? പറയുന്നേ. എന്തിനാ, എന്ത് പറ്റി ഇത്ര പേടിക്കുന്നേ? എന്തുകൊണ്ട് നടക്കുന്നേ? കണ്ണം കൊണ്ടുവന്നേടി. കണ്ണം കൊണ്ടുവന്നോ? കണ്ണം കൊണ്ടുവന്ന പെണ്ണുമായിട്ട് നിങ്ങൾ മുറിക്കകത്ത് കഥ അടച്ചിരുന്ന് എന്തോ എടുക്കുവാ? എന്തുവാടി നീ ഏതാടി? നീ ഏതാ? ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലില്ലല്ലോ. കേട്ടോ പറയുന്നേ? ഇവളെന്തിനാ ഇവിടെ വന്നേന്നാ ചോദിച്ചത്?
അത് എനിക്കും അറിയാത്ത ഇത് കണ്ണൻ നീ എന്തിനാടി ഇവിടെ വന്നത്? എന്തിനാ നിങ്ങളെ മോനോട് ചോദിച്ചു നോക്ക്. നിങ്ങളെ മോനെ നിങ്ങളുടെ അച്ഛന് വേണ്ടിയാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന്. ഉപദേശിക്കാൻ കൊണ്ടുവന്നയാ. ഉപദേശിക്കാൻ വേണ്ടി കൊണ്ടുവന്നു? ഇറങ്ങി പോടി ഇവിടുന്ന്, ഇറങ്ങി പോടി. തന്റെ മോനും കൂടെ ഇറങ്ങിക്കോളും, ബാക്കിയുള്ളവർ മെനക്കെടുത്ത. ജ്യൂസ് കുടിച്ചിട്ട് പാரு, ഞാൻ എടുക്കുമായിരുന്നു. നിന്റെ ജ്യൂസ് എന്താ അമ്മേ പൊന്നിങ്ങി വന്നേ. ചെറിയപ്പോ എന്തിനാ? അയ്യോ, വയസ്സാം കാലത്ത് തന്തയ്ക്ക് പെണ്ണുണ്ടാക്കി കൊടുക്കുന്നോടാ നീ. കളവനും കൊള്ള മോനും. ഇന്ന് അത്താഴമില്ല നിനക്ക്. എൻ്റെ അടുത്തില്ല അയാൾക്ക് ഇത്തരം ഉപദേശം. അച്ഛാ എന്ത് ഇറങ്ങിപ്പോ അമ്മ എന്തിനാ അടിച്ചത് എന്നെ? ആരാന്ന് പറഞ്ഞാടാ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന നീ? അത് നമ്മളോട് സഹായം ചോദിച്ച ഒരു പെണ്ണ്. മോനെ, നിന്റെ അച്ഛനും നിന്റെ അച്ഛൻ്റെ അച്ഛനും മുമ്പുണ്ടായ നാറി ഞാനോ? പിന്നെ ഞാൻ അങ്ങ് വിളിച്ചു പോവാടാ. അതാരാന്ന് നിനക്കറിയാവോ? അയ്യേ, സ്വന്തം അച്ഛൻ ഒപ്പിച്ചു കാണാ. അതാണെങ്കിൽ എന്താ അച്ഛാ, നമ്മൾ ഭൂമിയിൽ ജനിച്ചു പോയി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. അത് ഈ പാതി നമ്മൾ ഉറങ്ങിക്കളയില്ലയോ? ആ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ അച്ഛാ ഇത്. അപ്പോൾ അച്ഛന് സമയം എടുത്ത് ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ അച്ഛന് വരുന്ന ബുക്കിലൊക്കെ ഇത് വിശ്വമായിട്ട് എഴുതാമെന്നല്ലോ, അനുഭവമായിട്ട്. മോനെ, അച്ഛനിട്ട വിളവേ അച്ഛൻ്റെ നെഞ്ചത്തിട്ട് തന്നെ നീ കൊയ്തെടുക്കരുത് കേട്ടോ. നിന്റെ തലയാൻ കൊയ് ഇവിടെ നാറി. അച്ഛനെന്ത് രണ്ട് വർത്താനം പറയുന്നേ? ഇതായിരിക്കും പറയുന്നത് ഊക്കും ഉപദേശവും ഒരുമിച്ച് വരുമെന്ന്.